ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ അഭിഷേകാണ്. ഒരിക്കൽ കൂടി എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ബേപ്പൂർ കേട്ടോ. ഞാൻ അൾട്രാലൈറ്റ് ഫിഷിങ്ങിനാണ് വന്നേക്കുന്നത്. ഞാൻ കുറച്ച് ഷാഡുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നോക്കാം. നമ്മൾ എത്തിയേക്കുന്ന ഒരു 7 ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം വെള്ളമൊക്കെ അത്യാവശ്യം മീനടിക്കാൻ പാകത്തിലുള്ള വെള്ളമാണ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെ കിട്ടുമെന്ന് അറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ രാവിലെ വന്നിട്ട് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. റോഡ് റീലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഷാഡും ജിഗഡും കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. എന്തൊക്കെ അടിക്കാമെന്ന് പാട് അറിയില്ല. വെള്ളം അത്യാവശ്യം കലങ്ങിയിട്ടാണ്. ഒരു പേൾ വൈറ്റ് കെർലി ടൈൽ ഷാഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി പോവാം. നമ്മൾ ഷാഡിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്ത് ഒരു 5 ഗ്രാമിൻ്റെ വെയിറ്റ് ആട്ടോ. എന്തോന്ന് അടിച്ചേ, ചെറിയ എന്തോ സാധനം കേട്ടോ. അധികം വലുപ്പമില്ല. അമൂറിൻ്റെ കുട്ടി കേട്ടോ. നമുക്ക് റിലീസ് ചെയ്യാം. ചെറിയ സൈസാണ്. കണ്ടില്ലേ, ഷാഡിനെക്കാട്ടും കുറച്ച് വലിപ്പമുള്ളൂ കേട്ടോ. നമുക്ക് ഇത്ര വലിപ്പമുള്ളൂ വരുന്നത്. എന്നിട്ടാണ് അവൻ കയറി അടിച്ചത്. നമുക്ക് റിലീസ് ചെയ്യാം എന്തായാലും. സോ ഇതാ നിങ്ങളെ മുന്നേ തന്നെ ഞാൻ റിലീസ് ചെയ്യണ്ടേ. ഞാൻ ഇപ്പോൾ ഒരാളെ കണ്ട ഇവിടെ. അപ്പോൾ മൂപ്പര് പറയുന്നത് നെറ്റ് സ്ട്രിമ്പിൽ മൂപ്പർക്ക് 2 ചെമ്പലും ചെറിയ ഹമൂറൊക്കെ കിട്ടി. അപ്പോൾ നമ്മളതിലൊരു കളറുണ്ട് നെറ്റ് സ്ട്രിമ്പ്. ഓക്കെ, അത് വെച്ച് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നെറ്റ് സ്ട്രിമ്പ് അല്ല കേട്ടോ, ആ മറ്റേ കോപ്പി ഷാഡനെ കാസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെറ്റ് സ്ട്രിമ്പ് എടുത്ത് കുടുക്കിയിട്ട് എന്താ റിസൾട്ട് നോക്കാം. വെള്ളം നല്ല ഇറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ല ഇറങ്ങി പോയി കണ്ടോ നിങ്ങൾ. ഈ ഷെയ്ഡ് വന്നൊക്കെ ഇത്രയും വെള്ളം ഉണ്ടാവും. വെള്ളം നന്നായിട്ട് താന്നുണ്ട്. അത്യാവശ്യം ഹെഡ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം മീൻ കാണും നല്ല. അതാ എന്തോ അടിച്ച് റോഡിൻ്റെ ടിപ്പ് നോക്കി അങ്ങ് മനസ്സിലാവും എന്തോന്ന് അടിച്ചേ. ഷാഡിൻ്റെ നമ്മളെ നെറ്റ് സ്ട്രീമിൻ്റെ വാലിൻ്റെ വെള്ളം കടിച്ചു തോന്നുന്നു.
സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. പുള്ളി പറഞ്ഞ കാര്യം അമൂറുണ്ടാ അന്ന് തോന്നുന്നു. കൃത്യമായിട്ട് അതിൻ്റെ വായിൽ അകത്തായില്ല. നമുക്ക് നോക്കാം, അവിടെ ഉണ്ടെങ്കിൽ കയറി അടിക്കാം. അതാ അതാ എൻ്റെ മോനെ, അതെന്താ അടിച്ചിട്ട് കയറാത്ത? സെക്കൻഡ് എൻ്റെ മോനെ, സെക്കൻഡ് വൺ കിട്ടോ. രണ്ടാമത്തെ മീൻ കിട്ടോ. നമുക്ക് നോക്കാം. എനിക്ക് വാലിലാണ് അടിക്കുന്നേ, വായ്ക്കകത്ത് കയറുന്നില്ല. നമ്മളെന്തായാലും ഗൈസ് അതിനെ കയറ്റും. നമുക്ക് നോക്കട്ടോ, നമുക്ക് എന്തായാലും അതിനെ കയറ്റണം. അവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയില്ല. നമുക്ക് ട്രൈ ചെയ്യാം. നെറ്റ് സ്ട്രീമിൻ്റെ റിസൾട്ടാട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എവിടെയും പോയില്ലെങ്കിൽ നമുക്കുള്ള മീൻ തന്നെയാട്ടോ. ചെമ്മാരി റിസൾട്ടോ. കണ്ടോ അത് എൻഡിൽ കടിച്ച് കളിക്കുന്നുണ്ട് ആ മീൻ. പ്രോപ്പർ അതാ ഒക്കെ പാവുന്നില്ല. ഏതും പട മീൻ വന്ന് അടിച്ചാൽ പോകും. എൻ്റെ മോനെ, ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ റിസൾട്ട് ഇതാ കണ്ടിന്യൂസ് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ കളർ കേട്ടോ, ഈ നെറ്റ് സ്ട്രീമിൻ്റെ ഏത് കളറും മീനടിക്കും. ഈ കടിക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ തൊട്ടടുത്ത് വലിയ വലിയ മീനുകളുണ്ടാവില്ലേ, സോ അത് വന്നിട്ട് വിഴുങ്ങിയാൽ മതി കേട്ടോ. നമുക്ക് സെറ്റാണ്. ആ മീൻ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഹമ്മൂറാവാനാ ചാൻസ്, കാരണം ഇങ്ങനെ കടിച്ച് കളിക്കുക. ചെമ്പല്ലി ആണെങ്കിൽ അങ്ങ് വിഴുങ്ങി കഴിഞ്ഞാൽ ഒറ്റ കൊണ്ടുപോവുക. റോഡിൻ്റെ ടിപ്പിലേക്ക് ജസ്റ്റ് നോക്കി അങ്ങ് മനസ്സിലോ. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കേട്ടോ. അതാ ഉക്കപ്പായിട്ടോ. ഈ സമൂറ് ഞാൻ പറഞ്ഞില്ലേ, ക്ലിയർ ഇതാ സമൂറിൻ്റെ കുട്ടി. സോ സീമാൻ്റെ നമ്മൾ നെറ്റ് സ്ട്രിമ്പാട്ടോ യൂസ് ചെയ്ത് 2-3 പ്രാവശ്യം അവിടെ നിന്ന് അടിച്ച് കളിച്ച ഇവനാട്ടോ. ഷാഡ് കണ്ടില്ലേ, നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ നെറ്റ് സ്ട്രിമ്പ്. ഓക്കെ, നമുക്ക് റിലീസ് ചെയ്യാം. ചെറുതാ, ഇതിന് മുന്നേ കിട്ടിയ സമൂറ് തന്നെയാണ്. അതിനെക്കാട്ടും ചെറുതായിരുന്നു, ഇത് കുറച്ച് വലുപ്പമുണ്ട്. ഞാൻ ഇവിടെ ഈ സൈഡിൽ തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. സോ നമ്മളെ ലീഡർ ലൈന് ബ്രേക്ക് ചെയ്തിട്ട് ആ കല്ലിൻ്റെ മുകളിൽ പൊട്ടിപ്പോയിട്ടുണ്ട്. സോ നമുക്ക് ഒന്നുകൂടെ കെട്ടിയെടുത്തിട്ട് കാസ്റ്റ് ചെയ്ത് തുടങ്ങാം. നമ്മൾ ലീഡർ ലൈന് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ലീഡർ ലൈന് ഞാൻ കെട്ടിയത് എൻ്റെ കയ്യിൽ കുറവുള്ള ലൈനാണല്ലേ ലീഡർ ലൈന്. അപ്പോൾ ഞാൻ 2 മടക്കിട്ടിട്ട് കെട്ടിയിട്ടുണ്ട്. റിസൾട്ടിനൊന്നും കുറവില്ല, റിസൾട്ട് ഉണ്ട്. സോ കുറവുള്ളതിനെ കൊണ്ടാണ് ഞാൻ ഡബിൾ ആക്കിയത്. അപ്പോൾ നമ്മളെ കയ്യിൽ നെറ്റ് സ്ട്രിമ്പ് പൊട്ടിപ്പോയി. അപ്പോൾ നമുക്ക് കൾട്ടിവാൻ്റെ 2-3 ഷാഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് എറിഞ്ഞ് നോക്കാം, എന്താ റിസൾട്ട് നോക്കാം. ഓക്കെ,
കൾട്ടിവേൻ്റെ ഒന്ന് ഈ കളറ്, ഒന്ന് ഈ വൈറ്റ്, പിന്നെ ഒന്നും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എവിടെ പോയി? സോ ഇതിലുണ്ട്. ഇതാണ്ടോ ഈ റെഡ് കളറ്. ഈ 3 കളറിൽ നമ്മളൊക്കെ ട്രൈ ചെയ്യാൻ പോകുന്നത് വൈറ്റ് തന്നെ നോക്കാം. വൈറ്റ് അല്ല, ഇത് ഗ്ലോ ആട്ടോ വരുന്നത്, നൈറ്റ് ഗ്ലോ ആണ് വരുന്നത്. സോ ഇത് ട്രൈ ചെയ്ത് നോക്കാം. എന്തോ അടിച്ചത്? അത്യാവശ്യം സൈസുള്ള സാധനം കേട്ടോ. കിട്ടിയിൽ നമുക്ക് പൊന്തിക്കാൻ പറ്റുമോ അറിയില്ല. നല്ല കളി കളിക്കുന്നുണ്ട്. അമൂർ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അമൂർ സൈസ് അത്യാവശ്യം വലുപ്പമുണ്ട്. പക്ഷേ കിട്ടിയതിൽ വെച്ചിട്ട് നമ്മുടെ വലുപ്പമുള്ള കിട്ടി കേട്ടോ. കൾട്ടിവേൻ്റെ ഷാഡിൽ ഫസ്റ്റ് മീൻ കേട്ടോ. റോഡ് കൂടെ സെറ്റ് ആവട്ടെ. അത്യാവശ്യം അയ്യോ, മീനെന്തോ പരിക്ക് പറ്റിയ കേട്ടോ. ഷാഡ് കണ്ടില്ല നമ്മൾ റിലീസ് ചെയ്യും. ഇതിനെന്തോ പരിക്ക് കെട്ടിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ, എന്തോ കയറി വെട്ടിയിട്ടുണ്ട്. എന്തോ വലിയ മീൻ കടിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ പല്ലിൻ്റെ അടയാളമാണിത്. അവിടെ നിന്ന് കഴിച്ചിലായി പോകുന്നതാ. ഇതാ ഇപ്പുറത്തെ സൈഡും ഉണ്ട്. ഓക്കെ, നമുക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഷാഡ് ഇതിലും റിസൾട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ ട്രൈ ചെയ്ത് നോക്കാം. കൾട്ടിവേൻ്റെ ചെമ്പല്ലിക്കൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ കളറ് പാസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫോണിലെ ചാർജ് തീർന്നു കേട്ടോ. കൾട്ടിവേൻ്റെ സെക്കൻഡ് കളറിൽ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. അമ്മൂർ നല്ല ഡാർക്ക് ബ്ലാക്ക് ആട്ടോ വരുന്നത്. ഇതും ഒരു കൈപ്പത്തിൻ്റെ അത്ര സൈസിലുള്ള സാധനമുള്ളൂ. ഷാഡ് കാണിച്ചു തരാം. കണ്ടോ, ചെറിയ സൈസാണ്, നല്ല വലുപ്പം വെക്കുന്ന മീനാണ്. നമുക്ക് ഇതിനെ റിലീസ് ചെയ്യാം കേട്ടോ. ഇത് സൈസ് ഇല്ലാത്തതിനെ കൊണ്ട് കേട്ടോ. സൈസ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കും. സോ ആ സെയിം ഷാഡിൽ നമ്മളെ രണ്ടാമത്തെ മീൻ കയറി കേട്ടോ. ഇത് അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. ഷാഡ് കണ്ടില്ലേ, അടിച്ചിട്ട് ഷാഡ് ചെറുതായിട്ടൊന്ന് കയറി പോയിട്ടുണ്ട്. ആ സെയിം കളറിൽ നമുക്ക് ഒരു മീനും കൂടെ അടിച്ചേ, ചെമ്പല്ലി ആട്ടോ അടിച്ചേ. വലിയ സൈസൊന്നുമില്ല, എത്ര വലുപ്പമുള്ളൂ. സോ ആ കളർ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, ഷാഡ് കണ്ടില്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന മീനുകളൊക്കെ ചെറുതായിരുന്നു, ഒക്കെ റിലീസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റിയ സൈസിൽ ഒരു മീൻ പോലും ഇല്ലായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം വന്ന് നോക്കാം. കൾട്ടിവേൻ്റെ ഷാഡിന് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തന്ന കളറും അല്ലാത്ത കളറും നല്ല റിസൾട്ട് ഉണ്ട്. നെക്സ്റ്റ് ടൈം നമുക്ക് വന്ന് നോക്കാം വലിയ മീനുകളെ കിട്ടുമെന്ന്. അപ്പോൾ അടുത്ത വർഷം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ ബൈ.